സോ വെൽക്കം ടു ബൂട്ട് ക്യാമ്പ് ഡേ 13 ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഗോൾഡ് ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. ഓക്കെ, നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു. ഓക്കെ, നമുക്ക് ആ ഒരു സ്ട്രാറ്റജിയിലോട്ട് കിടക്കാനുള്ള ഒരു ടൈമായി, അതായത് ആ ഒരു എൻട്രീസിലോട്ട് പോകാനുള്ള ടൈമായി. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗോൾഡിൽ, അതായത് XAUSDയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ആണ്. ഓക്കെ, ഇതൊരു ബേസിക് എന്താ പറയുക, ഒരു മിക്സാണ്. അതായത് ഒരു SMC പ്ലസ് ബേസിക് പ്രൈസ് ആക്ഷൻ. അതായത് SMC എന്ന് പറയുന്നത് മെയിനായിട്ടൊന്നും യൂസ് ചെയ്യുന്നില്ല. മോസ്റ്റ്ലി ഒരു ബേസിക് പ്രൈസ് ആക്ഷൻ പ്ലസ് SMC വരുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഈ ഒരു ഗോൾഡ് ട്രേഡിംഗ് സ്ട്രാറ്റജി പറഞ്ഞാൽ. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. മൾട്ടിപ്പിൾ ടൈം ഫ്രെയിംസും കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യണില്ല. ജസ്റ്റ് എൻട്രി ടൈം ഫ്രെയിം തന്നെയാണ് നമ്മുടെ ആ ഒരു ക്രൈറ്റീരിയാസ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. സോ ഹയർ ടൈം ഫ്രെയിം, മീഡിയം ടൈം ഫ്രെയിം, അങ്ങനെ ഒരു കുറച്ചധികം ടൈം ഫ്രെയിംസ് വെച്ചിട്ട് ഓവറായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഒന്നുമല്ല. and അതുപോലെ തന്നെ ആ ഒരു സ്ട്രാറ്റജിയിലോട്ട് പോകുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, ഇത് ഹൈ വിൻ റേറ്റ് ഉള്ളൊരു മാജിക്കൽ സ്ട്രാറ്റജി ഒന്നും അല്ല. ഓക്കെ, സോ അതിൻ്റെ അകത്തും ലോസസ് ഉണ്ടാവും. നമുക്കൊരു ആവറേജ് വിൻ റേറ്റ് കിട്ടണ ഒരു 50 to 60% ആണ് നമുക്കിവിടെ വിൻ റേറ്റ് ഈ ഒരു സ്ട്രാറ്റജി കിട്ടുന്നത്. സോ മീൻസ് നമ്മളൊരു ഔട്ട് ഓഫ് 10 ട്രേഡ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു 4 to 5 ട്രേഡ്സ് നമുക്ക് എന്തായാലും, മിനിമം ഒരു 4 ട്രേഡ്സ് നമുക്ക് എന്തായാലും ഒരു SL ഉണ്ടാവും. ഓക്കെ, ആവറേജ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മാർക്കറ്റ് സ്ട്രക്ചർ, രണ്ട് ബ്രേക്കർ ബ്ലോക്സ്. സോ ബ്രേക്കർ ബ്ലോക്സ് ബേസിക്കലി അതൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ്. അതിൻ്റെ ഒരു റീനെയിംഡ് വേർഷൻ, ICT റീനെയിംഡ് വേർഷനാണ് ഈ ഒരു ബ്രേക്കർ ബ്ലോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാൻഡിൽ സ്റ്റിക്സ് കൺഫർമേഷൻസ് ആണ്, അല്ലെങ്കിൽ ക്യാൻഡിൽ കൺഫർമേഷൻസ് ആണ് ആ രണ്ടറിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ മൂന്നാമതായിട്ട് യൂസ് ചെയ്യുന്നത്. ബേസിക്കായിട്ട് മൂന്ന് കാര്യങ്ങളാണ്: സ്ട്രക്ചർ, ബ്രേക്കർ ബ്ലോക്സ്, ക്യാൻഡിൽ കൺഫർമേഷൻസ്. ഓക്കെ, അപ്പോൾ അധികം ലേറ്റ് ആക്കാണ്ട് നമുക്ക് ആ ഒരു സ്ട്രാറ്റജിയിലോട്ട് കിടക്കാം, അതിൻ്റെ ക്രൈറ്റീരിയാസിലോട്ട് കിടക്കാം. സോ ഫസ്റ്റ് നമുക്കൊരു ബൈ സെറ്റപ്പ് എങ്ങനെയാണ് ഫോം ചെയ്യണത്, അല്ലെങ്കിൽ ഒരു ബൈ എടുക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അവിടെ നോക്കണം എന്നുള്ള കാര്യങ്ങൾ നോക്കാം. സോ ഫസ്റ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ സ്ട്രക്ചർ ബുള്ളിഷ് ആയിരിക്കണം. ഓക്കെ, ഒരു ബൈ സെറ്റപ്പ് നോക്കുന്ന സമയത്ത് അവിടുത്തെ സ്ട്രക്ചർ ബുള്ളിഷ് ആയിരിക്കണം. സോ അതായത് അവിടുത്തെ ട്രെൻഡ് ബുള്ളിഷ് ആയിരിക്കണം. അതായത് നമ്മൾ ട്രെൻഡിൻ്റെ കൂടെയാണ് ട്രേഡ് ചെയ്യുന്നത്. സോ ട്രെൻഡിൻ്റെ അഗെയിനിസ്റ്റ് നമ്മൾ ട്രേഡ് ചെയ്യാറില്ല. അപ്പോൾ അവിടെ നമ്മളൊരു ബൈ ട്രേഡ് എടുക്കണമെങ്കിൽ ഫസ്റ്റ് തിങ് അവിടെ എന്തായിരിക്കണം, അവിടുത്തെ സ്ട്രക്ചർ ബുള്ളിഷ് ആയിരിക്കണം. ഓക്കെ, അതായത് സ്ട്രക്ചർ ബുള്ളിഷ് ആവുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ സ്ട്രക്ചറിൻ്റെ ലെസൻ്റെ അകത്ത് നോക്കിയിട്ടുണ്ട്. ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു സീരീസ് ഓഫ് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ആണ് പ്രൈസ് ക്രിയേറ്റ് ചെയ്യുക. ഇതൊരു ഹയർ ഹൈ, ഇതൊരു ഹയർ ലോ, ആൻഡ് ഇതൊരു ഹയർ ഹൈ, ആൻഡ് ഇതൊരു ഹയർ ലോ, ആൻഡ് ഇതൊരു ഹയർ ഹൈ. ഓക്കെ, ആൻഡ് പിന്നെ നമുക്ക് വേണ്ടത് സ്ട്രക്ചർ ബുള്ളിഷ് ആണ്. പിന്നെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ബ്രേക്ക് ഫോർമേഷൻ വേണം. അതായത് ഫ്രഷ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഫോർമേഷൻ. അതായത് ബ്രേക്കറിൻ്റെ കാര്യം നമ്മൾ പ്രീവിയസ് ഡേ 12 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ബ്രേക്കർ ബ്ലോക്സ് ആണ്. ബ്രേക്കർ ബ്ലോക്സ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. രണ്ട് ടൈപ്പ് ബ്രേക്കർ ഉണ്ട്: ബുള്ളിഷ് ബ്രേക്കർ ഉണ്ട്, ബാരിഷ് ബ്രേക്കർ ഉണ്ട്. സോ ബാരിഷ് ബ്രേക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയിൽഡ് ആയിട്ടുള്ളൊരു ബുള്ളി ഷോർട്ട് ബ്ലോക്കിനാണ് നമ്മൾ ബാരിഷ് ബ്രേക്കർ എന്ന് പറയുന്നത്. അതായത് ഒരു സ്ട്രോങ് ബൈക്ക് മുന്നേ ഉള്ള ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡിൽ, അതിൻ്റെ താഴെ പോയിട്ട് പ്രൈസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബെയറിഷ് ബ്രേക്കറായി. പിന്നെ അതിൻ്റെ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സെൽ എക്സ്പെക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. സോ ബുള്ളിഷ് ബ്രേക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫെയിൽഡ് ആയിട്ടുള്ള ബെയറിഷ് ഷോർട്ട് ബ്ലോക്കിനാണ് നമ്മൾ ബുള്ളിഷ് ബ്രേക്കർ എന്ന് പറയുന്നത്. അതായത് ഒരു സ്ട്രോങ് സെല്ലിന് മുന്നേ ഉള്ള ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ. ഓക്കെ, അതിൻ്റെ നേരെ മോളിൽ പോയിട്ട് പ്രൈസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി, അതൊരു ബുള്ളിഷ് ബ്രേക്കറായി. സോ ബേസിക്കലി അതൊരു റെസിസ്റ്റൻസ് ആയിരുന്നു. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് പ്രൈസ് അതിൻ്റെ മുകളിൽ പോയി. ഇപ്പോൾ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ്ലി അതൊരു സപ്പോർട്ട് അറ്റാക്ക് ചെയ്യും. അതായത് ഫ്യൂച്ചറിൽ പ്രൈസ് ആ ഒരു ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്കൊരു ബൈ ആണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ബാരിഷ് ബ്രേക്കർ വരുമ്പോൾ ഇതൊരു സപ്പോർട്ടായിരുന്നു, സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു, പിന്നെ ആ ഒരു ഏരിയയിലോട്ട് പ്രൈസ്, ആ ഒരു സോണിലോട്ട് പ്രൈസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു, അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് മാറി ബാരിഷ് ബ്രേക്കർ. സോ ബുള്ളിഷ് ബ്രേക്കറിലോട്ട് വരുമ്പോൾ റെസിസ്റ്റൻസ് ആയിരുന്നു, ബ്രേക്ക് ചെയ്തു, സപ്പോർട്ടായിട്ട് മാറി. ഓക്കെ, അപ്പോൾ നമ്മൾ ബൈ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് എന്ത് വേണം, സ്ട്രക്ചർ ബുള്ളിഷ് ആയിരിക്കണം. സെക്കൻഡ് തിങ്, നമുക്ക് അവിടെ എന്ത് വേണം, ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ബ്രേക്കർ ഫോർമേഷൻ വേണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, അതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ഫ്രഷ് ബ്രേക്ക് ഔട്ട് കിട്ടി. ഓക്കെ, ആ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയ സമയത്ത് ഇവിടെ നോർമലി എന്ത് ക്രിയേറ്റ് ആയിട്ടാണ്, ഇവിടെ ഒരു ബെയർ ഷോർട്ട് ബ്ലോക്ക് ഉണ്ട്. അതായത് ഈ ഒരു സ്ട്രോങ് സെല്ല് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിൽ. ഓക്കെ, ഈ ഒരു സ്ട്രോങ് സെല്ല് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിൽ. അതായത് ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഫ്രഷ് ബ്രേക്ക് ഔട്ട് കിട്ടി. ഓക്കെ, ഇവിടെ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, താഴെ വന്നു ഹയർ ലോ, അതിനുശേഷം എന്ത് ചെയ്തു, നേരെ മോളിൽ പോയി ഇവിടെ നമുക്കൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് ഇവിടെ കിട്ടി. ഇവിടെ ഒരു ഫ്രഷ് ബ്രേക്ക് ഔട്ട് നമുക്ക് കിട്ടി. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കിട്ടി, ഈ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി.
അപ്പോൾ ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കണ ഒരു ബുള്ളിഷ് ബ്രേക്കറിൻ്റെ ഫോർമേഷൻ. സോ ബുള്ളിഷ് ബ്രേക്കർ എന്തായിരിക്കും നമ്മൾ പറഞ്ഞു, ഒരു ഫെയിൽഡ് ആയിട്ടുള്ള ബെയർ ഷോർട്ട് ബ്ലോക്കിനാണ് നമ്മൾ ബുള്ളിഷ് ബ്രേക്കർ എന്ന് പറയുന്നത്. അതായത് ഒരു സ്ട്രോങ് സെല്ലിന് മുന്നേ ഉള്ള ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു സ്ട്രോങ് സെല്ലിന് മുന്നേ ഉള്ള ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ എന്തായിരുന്നു, ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആയിരുന്നല്ലോ. സോ ബേസിക്കലി അതെന്താണ്, അതൊരു റെസിസ്റ്റൻസ് ആയിരുന്നു. സോ പ്രൈസ് എന്ത് ചെയ്തു, നേരെ പോയി അതിൻ്റെ മോളിൽ ക്ലോസ് ചെയ്തു. അതിൻ്റെ മോളിൽ ക്ലോസ് ചെയ്തപ്പോൾ എന്തായിട്ട് മാറി, അതൊരു ബുള്ളിഷ് ബ്രേക്കറായിട്ട് മാറി, അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു, പിന്നെ അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്രൈറ്റീരിയ ഇവിടെ മീറ്റ് ആയിട്ടുണ്ട്. സ്ട്രക്ചർ ബുള്ളിഷ് ആയിരുന്നു. ഇവിടെ നമുക്കൊരു ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, ഈ ഒരു സ്ട്രോങ് സെല്ലിന് മുന്നിലുള്ള ബുള്ളിഷ് ക്യാൻഡിലിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോൾ അതെന്തായിട്ട് മാറി, ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ബ്രേക്കർ ഫോർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ എന്തായിട്ട് മാറി, അത് നമുക്കൊരു ബ്രേക്കറായിട്ട് മാറി. സോ ബ്രേക്കർ ഫോം ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് റിട്രേസ്മെൻറ്റ് ടു ബ്രേക്കർ ആൻഡ് ക്യാൻഡിൽ കൺഫർമേഷൻ. അതായത് പ്രൈസ് എന്ത് ചെയ്യണം, ആ ഒരു ക്യാൻഡിലോട്ട് പ്രൈസ്, ആ ഒരു ബ്രേക്കറിലോട്ട് പ്രൈസ് തിരിച്ചു വരണം. ആ ഒരു ബ്രേക്കറിലോട്ട് പ്രൈസ് തിരിച്ചു വന്നതിന് ശേഷം നമുക്ക് എന്ത് വേണം, ഒരു ക്യാൻഡിൽ കൺഫർമേഷൻ വേണം. അതായത് ഇവിടെ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ നമുക്ക് ബ്രേക്കർ ഫോർമേഷൻ കിട്ടി. സോ പിന്നെ വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്രേക്കറിലോട്ട് പ്രൈസ് തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ നമുക്കൊരു സ്ട്രോങ് ബൈൻ്റെ ഒരു ക്യാൻഡിൽ കൺഫർമേഷൻ, അവിടെ ഒരു ബൈ സ്റ്റാർട്ട് ആയിട്ടുണ്ടെന്നുള്ളൊരു കൺഫർമേഷൻ കിട്ടണം. സോ അത് നമുക്ക് എൻഗൾഫിംഗ് ക്യാൻഡിലിൻ്റെ ഫോമിൽ, അല്ലെങ്കിൽ ഒരു മൊമെൻറ്റം ക്യാൻഡിലിൻ്റെ ഫോമിലോ ഒരു റിജക്ഷൻ ക്യാൻഡിലിൻ്റെ ഫോമിലോ നമുക്ക് കിട്ടിയാൽ മതി. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ബ്രേക്കർ, ഇതിൻ്റെ ട്രേഡ് എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. സോ ബ്രേക്കറിലോട്ട് പ്രൈസ് തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബൈ ക്യാൻഡിൽ പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ ഇതെന്തായിരുന്നു, പ്രീവിയസ് ബാരിഷ് ക്യാൻഡിൽ എൻഗൾഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മൊമെൻറ്റം ക്യാൻഡിലായിരുന്നു, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ക്യാൻഡിൽ കൺഫർമേഷൻ വെച്ചിട്ട് നമ്മൾ മീൻ ചെയ്യണത് ആ ഒരു ബ്രേക്കറിലോട്ട് പ്രൈസ് തിരിച്ചു വന്നതിന് ശേഷം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, അത് റിജക്ഷൻ ക്യാൻഡിലിൻ്റെ ഫോമിലാവും, അല്ലെങ്കിൽ മൊമെൻറ്റം ക്യാൻഡിലിൻ്റെ ഫോമിലാവും, അല്ലെങ്കിൽ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിലിൻ്റെ ഫോമിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് മൂന്നാമത് വേണ്ടത് ക്യാൻഡിൽ കൺഫർമേഷൻ ആണ്. സോ ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യല്ലോ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു എൻട്രി നോക്കുന്നത് 15 മിനിറ്റിലും 30 മിനിറ്റിലും നോക്കാം. ഓക്കെ, സോ ഞാൻ കൂടുതലും ചെയ്യുന്നത് 15 മിനിറ്റിലാണ്. സോ 15 മിനിറ്റിൽ സ്ട്രക്ചർ അത്ര ക്ലീൻ അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഒരു ഹൈ ടൈം ഫ്രെയിമിലോട്ട് 30 മിനിറ്റിലോട്ട് പോകും. ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾ ടൈം ഫ്രെയിംസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു 15 മിനിറ്റിലോ 30 മിനിറ്റിലോ നിങ്ങൾ ഏത് ടൈം ഫ്രെയിമിലാണ് എൻട്രി എടുക്കണം, ആ ഒരു ടൈം ഫ്രെയിമിൽ തന്നെ ഈ ഒരു കാര്യങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, ബ്രേക്കർ ഫോർമേഷൻ കിട്ടി, ബ്രേക്കറിൽ വന്നു, ആ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ കൂടെ ക്ലോസ് ചെയ്യുമെന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്കൊരു ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടി. അപ്പോൾ നമ്മൾ എൻട്രി എടുക്കുന്നത് ഈ ഒരു ക്യാൻഡിൽ ക്ലോസിലാണ് നമ്മൾ എൻട്രി എടുക്കുക. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മളൊരു മാർക്കറ്റ് എൻട്രി ആയിരിക്കും പ്ലേസ് ചെയ്യുന്നത്. സോ ലിമിറ്റ് ഓർഡറും കാര്യങ്ങളൊന്നും അല്ല, ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാനുവലി അവിടെ വെച്ചിട്ട് നമ്മൾ ബൈ ചെയ്യും. ഓക്കെ, ഇവിടെ നമ്മൾ ബൈ ചെയ്തു. സോ ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യണമല്ലോ. ഓക്കെ, സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യണം നമ്മുടെ ഈ ഒരു ബ്രേക്കർ ബ്ലോക്ക് ഉണ്ടല്ലോ, നമുക്ക് ഇവിടെ ഫോം ആയിട്ടുള്ള ഈ ഒരു ബ്രേക്കർ ബ്ലോക്ക് ഉണ്ടല്ലോ, ഈ ഒരു ബ്രേക്കറിൻ്റെ താഴെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യണം. ഓക്കെ, ഈ ഒരു ബ്രേക്കറിൻ്റെ താഴെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ പ്ലേസ് ചെയ്യണത്. ഓക്കെ, ഇവിടെ നമ്മൾ എൻട്രി എടുത്തു, ഈ ഒരു ക്യാൻഡിൽ ക്ലോസിൽ നമ്മൾ എൻട്രി എടുത്തു, നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യണത് ഈ ഒരു ബ്രേക്കർ ബ്ലോക്കിൻ്റെ താഴെയാണ്. പിന്നെ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ടാർഗറ്റ് സെറ്റ് ചെയ്യണമല്ലോ. ഓക്കെ, നമ്മൾ എൻട്രി എടുത്തു, സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വെച്ചു, പിന്നെ നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യണം. സോ ടാർഗറ്റ് നോക്കുന്ന സമയത്ത് മിനിമം, ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഹൈ RR ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. സോ ഹൈ RR കിട്ടും, പ്രോപ്പർ ഡയറക്ഷൻസും പ്രോപ്പർ കൺവിക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹൈ RR നോക്കാം. സോ ഇപ്പോൾ നിങ്ങളൊരു ബിഗിനറാണ്, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. സോ നിങ്ങൾ എന്ത് നോക്കിയാൽ മതി, മാക്സിമം ഒരു 1.5 RR നോക്കിയാൽ മതി. അതായത് ഇപ്പോൾ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസിൻ്റെ പിപ്പ് സൈസ് ഒരു 100 പിപ്പ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു 150 പിപ്സ് ടാർഗറ്റ് ചെയ്താൽ മതി. ഓക്കെ, സ്റ്റോപ്പ് ലോസിൻ്റെ പിപ്പ് സൈസ് 100 പിപ്പ് ആണെങ്കിൽ നിങ്ങളൊരു 150 പിപ്സ് ടാർഗറ്റ് ചെയ്താൽ മതി. സോ ഇനി നിങ്ങളൊരു $100 ആ ഒരു ട്രേഡിൽ റിസ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു $150 അവിടെ ടാർഗറ്റ് ചെയ്താൽ മതിയാവും. ഓക്കെ, സോ ഫ്യൂച്ചറിൽ നമുക്കത് പതിയെ ഇൻക്രീസ് ചെയ്ത് അതായത് മീൻസ് നമുക്കൊരു ഡയറക്ഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് അത് 1:2 RR 1:3 RR ഒക്കെ ആയിട്ട് നമുക്ക് പതിയെ അത് ഇൻക്രീസ് ചെയ്ത് പോകാം. സോ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ എന്ത് നോക്കിയാൽ മതി, RR നോക്കുമ്പോൾ ടാർഗറ്റ് നോക്കുമ്പോൾ 1:1.5 R നോക്കിയാൽ മതി. സോ മീനിങ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് 10 പിപ്സ് ആണെങ്കിൽ നിങ്ങളൊരു 15 പിപ്സ് ആയിരിക്കും ടാർഗറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഒരു 30 പിപ്സ് ആണെങ്കിൽ, സ്റ്റോപ്പ് ലോസ് ഒരു 20 പിപ്സ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു 30 പിപ്സ് അവിടെ ടാർഗറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഒരു 100 പിപ്പാണ് സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ളത്,
അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു 150 പിപ്പിൻ്റെ ടാർഗറ്റ് അവിടെ സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു എൻട്രി വരുന്നത്. സോ സിമ്പിൾ. ഒന്നുകൂടെ ഞാൻ പറയാം. ഓക്കെ, നമ്മളൊരു ബൈ സെറ്റപ്പാണ് നോക്കുന്നത്. സോ ബൈ സെറ്റപ്പ് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് എന്തായിരിക്കണം, സ്ട്രക്ചർ ബുള്ളിഷ് ആയിരിക്കണം. സോ രണ്ടാമത്തെ കാര്യം, നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഒരു ബ്രേക്കർ ബ്ലോക്ക് ഫോർമേഷൻ വേണം. ദെൻ ആ ഒരു ബ്രേക്കറിലോട്ട് പ്രൈസ് വന്നിട്ട് ഒരു ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടുമ്പോഴായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത്. സോ എൻട്രി നോക്കേണ്ടത് ഒന്നുകിൽ 15 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ്. ഓക്കെ, ആൻഡ് നമ്മളിവിടെ ആ ഒരു ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം കൺഫർമേഷൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അവിടെ ആയിരിക്കും നമ്മൾ മാർക്കറ്റ് എൻട്രി എടുക്കുന്നത്. ആൻഡ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും ആ ഒരു ബ്രേക്കർ ബ്ലോക്കിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കുക. ആൻഡ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് 1:1.5 RR ആണ്. അതായത് 100 വിപ്പാണ് നമ്മൾ റിസ്ക് ചെയ്യണമെങ്കിൽ 150 വിപ്പായിരിക്കും നമ്മൾ ടാർഗറ്റ് ചെയ്യണത്. അല്ലെങ്കിൽ ഒരു 10 വിപ്പാണ് നമ്മൾ റിസ്ക് ചെയ്യണമെങ്കിൽ ഒരു 15 വിപ്പായിരിക്കും നമ്മൾ ടാർഗറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇതിൻ്റെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, ആ ഒരു ട്രേഡ് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തോട്ടൊക്കെ നമുക്ക് വരാം. അതിന് മുന്നേ ആ ഒരു സെൽ സെറ്റപ്പ് കൂടെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു എക്സാമ്പിൾസിലോട്ട് വരാം. ഇപ്പോൾ സെല്ലിലോട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ നേരെ എക്സാക്റ്റ് ഓപ്പോസിറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു സെല്ലാണ് നമ്മൾ നോക്കണമെങ്കിൽ ഫസ്റ്റ് എന്തായിരിക്കണം, അവിടുത്തെ സ്ട്രക്ചർ ബെയറിഷ് ആയിരിക്കണം. ഓക്കെ, സെല്ലാണ് നമ്മൾ നോക്കണമെങ്കിൽ ഫസ്റ്റ് അവിടുത്തെ സ്ട്രക്ചർ ബെയറിഷ് ആയിരിക്കണം. അതായത് സ്ട്രക്ചർ ബെയറിഷ് ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കണം, ഒരു സീരീസ് ഓഫ് ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ആയിരിക്കണം പ്രൈസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ട്രെൻഡ് റിവേഴ്സലിൻ്റെ സമയത്താണെങ്കിൽ ഓക്കെ, ഇപ്പോൾ പ്രൈസ് ബുള്ളിഷായിട്ട് പോയിക്കൊണ്ടിരിക്കണം. സോ ബെയറിഷ് ആകുമ്പോൾ എന്ത് കിട്ടണം, ഓക്കെ, ഇവിടെ ഒരു ഹയർ ലോനെ ബ്രേക്ക് ചെയ്ത് ലോവർ ലോ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഈ ഒരു രീതിയിലുള്ള ഒരു സ്ട്രക്ചർ കൺഫർമേഷൻ നമുക്ക് കാണാൻ പറ്റും. സ്ട്രക്ചറാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, സോ ഫസ്റ്റ് സ്ട്രക്ചർ ബെയറിഷ് ആണെങ്കിൽ ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ഈ ഒരു എക്സാമ്പിളിലോട്ട് നോക്കുവാണെങ്കിൽ സോ ഇവിടെ ഒരു ലോവർ ലോ ഉണ്ട്, ഇവിടെ ഒരു ലോവർ ഹൈ ഉണ്ട്. സോ നേരെ ബ്രേക്ക് ചെയ്തു, എന്ത് കിട്ടി, പുതിയൊരു ലോവർ ലോ. ഇതിവിടെ സ്ട്രക്ചർ ബെയറിഷ് ആണ്. സോ ഫസ്റ്റ് തിങ് സ്ട്രക്ചർ ബെയറിഷ് ആയിരിക്കണം. പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്, ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ബെയറിഷ് ബ്രേക്കർ ഫോർമേഷൻ വേണം. സോ ബെയറിഷ് ബ്രേക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ബെയറിഷ് ബ്രേക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് സെല്ലിന് മുന്നേ ഉള്ള ലാസ്റ്റ് സെൽ ക്യാൻഡിൽ. നോർമലി അതൊരു ബുള്ളി ഷോർട്ട് ബ്ലോക്ക് ആണ്. സോ പ്രൈസ് നേരെ പോയിട്ട് അതിൻ്റെ താഴെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറി, അതൊരു ബെയറിഷ് ബ്രേക്കറായിട്ട് മാറി. ഓക്കെ, അതായത് ഇതൊരു സപ്പോർട്ടായിരുന്നു, അതായത് ഒരു സ്ട്രോങ് ബൈക്ക് മുന്നേ ഉള്ള ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡിൽ ഇതൊരു സപ്പോർട്ടായിരുന്നു. സോ ഒരു സ്ട്രോങ് സെല്ല് വന്നപ്പോൾ ആ ഒരു സപ്പോർട്ടിൻ്റെ താഴെ പോയിട്ട് പ്രൈസ് ക്ലോസ് ചെയ്തു, ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ആയി. സപ്പോർട്ട് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ എന്തായിട്ട് ആക്ട് ചെയ്യും, ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതിൻ്റെ അകത്തോട്ട് പ്രൈസ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്നൊരു സെൽ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അതാണ് ഒരു ബെയറിഷ് ബ്രേക്കർ പറഞ്ഞത്. സോ സിമ്പിളായിട്ടൊരു ഫെയിൽഡ് ആയിട്ടുള്ള ബുള്ളി ഷോർട്ട് ബ്ലോ. ഇപ്പോൾ രണ്ടാമത് നമുക്ക് വേണ്ടത് എന്താണ്, ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ബെയറിഷ് ബ്രേക്കർ ഫോർമേഷൻ വേണം. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു സെല്ല് വന്നു, അതിനുശേഷം ഒരു ബൈ വന്നു. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്തു, പ്രൈസ് സ്ട്രോങ് ആയിട്ട് താഴോട്ട് പോയി. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു സ്ട്രോങ് ബൈക്ക് മുന്നേ ഉള്ള ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡിലായിരുന്നില്ലേ ഇത്, അതായത് ഈ ഒരു സ്ട്രോങ് ബൈക്ക് മുന്നേ ഉള്ള ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡിൽ. ഇത് നമുക്ക് നോർമലി ഒരു ബുള്ളി ഷോർട്ട് ബ്ലോക്ക് ആയിരുന്നു, അതായത് ഒരു സപ്പോർട്ടായിരുന്നു. പക്ഷെ ഒരു സ്ട്രോങ് സെല്ല് വന്നപ്പോൾ എന്ത് ചെയ്തു, ആ ഒരു സപ്പോർട്ടിൻ്റെ താഴെ പോയിട്ട് പ്രൈസ് ക്ലോസ് ചെയ്തു. അതായത് ഒരു സ്ട്രോങ് സെല്ല് വന്നപ്പോൾ ഈ ഒരു സപ്പോർട്ടിൻ്റെ താഴെ പോയിട്ട് പ്രൈസ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതെന്തായിട്ട് മാറി, ഇതൊരു ബെയറിഷ് ബ്രേക്കറായിട്ട് മാറി. സോ ബെയറിഷ് ബ്രേക്കറായിട്ട് മാറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് മാറി. ഓക്കെ, സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു, റെസിസ്റ്റൻസ് ആയി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് രണ്ട് ക്രൈറ്റീരിയസ്, ഫസ്റ്റ് ഒരു ബെയറിഷ് ബ്രേക്കർ ഫോർമേഷൻ വേണം. ഫസ്റ്റ് സ്ട്രക്ചർ ബെയറിഷ് ആയിരിക്കണം, പിന്നെ ഒരു ബെയറിഷ് ബ്രേക്കർ ഫോർമേഷൻ വേണം. ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്തപ്പോൾ എന്തായിട്ട് മാറി, ഇതൊരു ബെയറിഷ് ബ്രേക്കറായിട്ട് മാറി. സോ ബെയറിഷ് ബ്രേക്കർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് റിട്രേസ്മെൻറ്റ് ടു ബ്രേക്കർ ആൻഡ് ക്യാൻഡിൽ കൺഫർമേഷൻ. ആ ഒരു സോണിലോട്ട്, അതായത് ആ ഒരു ബെയറിഷ് ബ്രേക്കറിലോട്ട് പ്രൈസ് തിരിച്ചു പോയതിന് ശേഷം നമുക്ക് അവിടെ എന്ത് വേണം, ഒരു ക്യാൻഡിൽ കൺഫർമേഷൻ വേണം. ഇവിടെ എന്ത് ചെയ്തു, പ്രൈസ് തിരിച്ച് ആ ഒരു ബ്രേക്കറിലോട്ട് തിരിച്ചു വന്നല്ലോ. തിരിച്ചു വന്നതിന് ശേഷം എന്ത് ചെയ്തു, ഇവിടുന്ന് പ്രൈസ് സ്ട്രോങ് ആയിട്ട് താഴോട്ട് പോയത് നമുക്ക് കാണാം. ഇവിടെ നമുക്ക് എന്ത് കിട്ടി, ഒരു ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടി. സോ ക്യാൻഡിൽ കൺഫർമേഷൻ ഈ പറഞ്ഞ പോലെ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ ആവാം, ഒരു റിജക്ഷൻ ക്യാൻഡിൽ ആവാം, ഒരു മൊമെൻറ്റം ക്യാൻഡിൽ ആവാം. സോ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊരു മൊമെൻറ്റം ക്യാൻഡിലാണ്, അല്ലെങ്കിൽ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിലാണ്. അപ്പോൾ ആ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ എൻട്രി വരണം 15 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ്. ആ ഒരു എൻട്രി ടൈം ഫ്രെയിമിൽ നമുക്ക് ആ ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു കൺഫർമേഷൻ ക്യാൻഡിലിൻ്റെ ക്ലോസിലായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കും എപ്പോഴും ആ ഒരു ബ്രേക്കർ ബ്ലോക്കിൻ്റെ തൊട്ട് മുകളിൽ, അല്ലെങ്കിൽ ആ ഒരു ബ്രേക്കർ ബ്ലോക്കിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഏരിയയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ വെക്കുന്നത്. സോ ടാർഗറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1:1.5 ആകും. സോ ഇവിടെ നമുക്ക് കിട്ടിയത് അതിൻ്റെ ഒരു
ഫ്രെയിം വർക്ക് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി, മീൻസ് ഒരു ബ്രേക്ക് കിട്ടി. സോ ബ്രേക്ക് കിട്ടിയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സപ്പോർട്ട് എന്തായിട്ട് മാറി, റെസിസ്റ്റൻസ് ആയിട്ട് മാറി. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു, ആ റെസിസ്റ്റൻസിലോട്ട് പ്രൈസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. പിന്നെ അവിടെ ഒരു ക്യാൻഡിൽ കൺഫർമേഷൻ വെയിറ്റ് ചെയ്യുന്നു. ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മോസ്റ്റ്ലി പിന്നെ പ്രൈസ് അവിടെ നിന്ന് താഴോട്ടാണ് പോവുക. അപ്പോൾ ഈ ഒരു മൂവാണ് നമ്മളിവിടെ ക്യാച്ച് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, പ്രൈസ് ആ ഒരു പാരിഷ് ബ്രേക്കറിലോട്ട് പോയി, ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടി. ഈ ഒരു ക്യാൻഡലിൻ്റെ ക്ലോസിൽ നമുക്ക് എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ബ്രേക്കറിന് മുകളിൽ. ടാർഗറ്റ് എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ മിനിമം 1:1.5 RR. സോ 100 പിപ്പാണ് നമ്മൾ റിസ്ക് ചെയ്യണമെങ്കിൽ 150 പിപ്പായിരിക്കും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. 10 പിപ്പാണ് നമ്മൾ റിസ്ക് ചെയ്യണമെങ്കിൽ 15 പിപ്പായിരിക്കും നമ്മൾ ടാർഗറ്റ് ചെയ്യണത്. അതായത് ഒരു $10 നമ്മൾ റിസ്ക് ചെയ്യണമെങ്കിൽ ആ ഒരു ട്രേഡ് ടാർഗറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്കവിടെ ഒരു $15 പ്രോഫിറ്റ് വേണം. അല്ലെങ്കിൽ നമ്മളൊരു $100 റിസ്ക് ചെയ്യണമെങ്കിൽ ആ ഒരു ട്രേഡ് ടാർഗറ്റിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കിവിടെ $150 പ്രോഫിറ്റ് നമുക്കവിടെ വേണം. അപ്പോൾ ഇതാണ് ഒരു സെൽ സെറ്റപ്പ് വരുന്നത്. സോ സിമ്പിളായിട്ട് ഫസ്റ്റ് സ്ട്രക്ചർ ബെയറിഷ് ആയിരിക്കണം, രണ്ട് ഫ്രഷ് ആയിട്ടുള്ളൊരു ബെയറിഷ് ബ്രേക്കറിൻ്റെ ഫോർമേഷൻ വേണം. ദെൻ ആ ഒരു ബ്രേക്കിലോട്ട് പ്രൈസ് തിരിച്ച് വന്നതിന് ശേഷം നമുക്കവിടെ ഒരു ക്യാൻഡിൽ കൺഫർമേഷൻ വേണം. അങ്ങനെയാണെങ്കിൽ ആ ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ നമുക്ക് എൻട്രി എടുക്കാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും ആ ഒരു ബ്രേക്കറിൻ്റെ മുകളിൽ ഞാൻ ടാർഗറ്റ് ചെയ്യണത് 1:1.5 RR. സോ ബൈ എൻട്രി ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, ഫസ്റ്റ് സ്ട്രക്ചർ ബുള്ളിഷ് ആയിരിക്കണം, ഫ്രഷ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ബ്രേക്ക് ഫോർമേഷൻ വേണം. പിന്നെ ബുള്ളിഷ് ബ്രേക്കറിൽ പ്രൈസ് വന്നിട്ട് നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാൻഡിൽ കൺഫർമേഷൻ നമുക്ക് വേണം. സോ ഇതിനൊരു ടൈം ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, സോ ഇത് നമ്മളെപ്പോഴാണോ മാർക്കറ്റിലുള്ളത് അങ്ങനെ ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഫോർമേഷൻ വരുവാണെങ്കിൽ നമുക്കിവിടെ എൻട്രി എടുക്കാം. ഇത് സെഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഒന്നുമല്ല. നമ്മളെപ്പോഴാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു സമയത്ത് മാർക്കറ്റിലോട്ട് വരിക, ഈ ഒരു രീതിയിലുള്ളൊരു സ്ട്രക്ചർ ഫോർമേഷൻ കിട്ടുന്നുണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സമയത്ത് നമുക്ക് എൻട്രി എടുക്കാം. സോ മോസ്റ്റ്ലി ഏഷ്യൻ സെഷന് ശേഷമാണ് ഈ ഒരു എൻട്രീസ് കിട്ടുന്നത്. അതായത് ഒരു ആഫ്റ്റർ 9:30 ഒക്കെയാണ് അത്യാവശ്യം നല്ല എൻട്രീസ്, 9:30 AM ഒക്കെയാണ് അത്യാവശ്യം നല്ല എൻട്രീസ് കിട്ടണത്. പിന്നെ നമുക്ക് കുറച്ച് ട്രേഡ് എക്സാമ്പിൾസ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, കുറച്ച് ട്രേഡ്സ് ഞാനിവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു സെൽ എൻട്രി ഉണ്ടായിരുന്നു, അതിനുശേഷം ഇവിടെ ഒരു ബൈ എൻട്രി ഉണ്ടായിരുന്നു. ഈ ഒരു സെൽ എൻട്രി എടുക്കാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താണ്, ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബൈ നമുക്ക് ഇവിടെ കാണാം. ഓക്കെ, ഇപ്പോൾ ആ ഒരു ബൈ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബെയറിഷ് ക്യാൻഡിൽ ഇതായിരുന്നു. അതായത് ഇതൊരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ആയിരുന്നു, അല്ലെങ്കിൽ ഇതൊരു സപ്പോർട്ടായിരുന്നു. സോ ഫ്യൂച്ചറിൽ പ്രൈസ് എന്ത് ചെയ്തു, പ്രൈസ് നേരെ നോർമലി ഇവിടുന്ന് ഒരു ബൈ ആണ് ഈ ഏരിയയിലോട്ട് തിരിച്ചു വന്ന് വരേണ്ടത്. പ്രൈസ് നേരെ വന്നിട്ട് എന്ത് ചെയ്തു, ആ ഒരു ബുള്ളി ഷോർട്ട് ബ്ലോക്കിൻ്റെ താഴെ ക്ലോസ് ചെയ്തു. സോ ബുള്ളി ഷോർട്ട് ബ്ലോക്കിൻ്റെ താഴെ ക്ലോസ് ചെയ്ത സമയത്ത് എന്തായി, അതൊരു ബാരിഷ് ബ്രേക്കറായി. അതുപോലെ തന്നെ ഇവിടുത്തെ സ്ട്രക്ചറും എന്തായി, സ്ട്രക്ചറും ഇവിടെ ബാരിഷ് ആയി. അതായത് ഇവിടെ നമുക്കൊരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി, ബാരിഷ് സ്ട്രക്ചറായി. പിന്നെ നമുക്ക് വേണ്ട എന്താണ്, ക്യാൻഡിൽ കൺഫർമേഷൻ. സോ സ്ട്രക്ചർ ബാരിഷായി, ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ബാരിഷ് ബ്രേക്ക് ഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പ്രൈസ് അതിൻ്റെ അകത്തോട്ട് വന്നതിന് ശേഷം ക്യാൻഡിൽ കൺഫർമേഷൻ. സോ ഇവിടെ വെച്ചിട്ട് ഈ ഒരു ക്യാൻഡിലാണ് അത് ബ്രേക്കർ ആയത്. സോ നെക്സ്റ്റ് ക്യാൻഡിൽ അതിൻ്റെ അകത്തോട്ട് വന്നു, ടാപ്പ് ചെയ്തു, ബ്രേക്കർ ടാപ്പ് ചെയ്തു. പിന്നെ നമുക്കൊരു ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടുന്നത് ഇവിടെയാണ്. ഓക്കെ, ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് ഇൻഡിസിഷൻ ക്യാൻഡിൽ ആയിരുന്നു. സോ ഇവിടെ വന്നപ്പോഴാണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു മൊമെൻറ്റം ക്യാൻഡിൽ ഇവിടെ പ്രിൻറ്റ് ചെയ്ത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസിൽ നമ്മൾ എൻട്രി എടുക്കും. സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കും. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ബ്രേക്കറിൻ്റെ തൊട്ട് താഴെയായിട്ട് വെക്കും. ടാർഗറ്റ് എവിടെ വെക്കും, 1:1.5 RR. ജസ്റ്റ് ഒരു 2 ക്യാൻഡിൽ തന്നെ ഈ ഒരു ട്രേഡിൻ്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 10 പിപ്പാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എങ്കിൽ 15 പിപ്പായിരിക്കും നമ്മൾ ടാർഗറ്റ് ചെയ്യണത്. ഓക്കെ, ഇവിടെ ഒരു സെൽ എൻട്രി കിട്ടി, നമ്മുടെ ടാർഗറ്റ് അടിച്ചു. സോ ഇനി നെക്സ്റ്റ് അതേ സമയത്ത് തന്നെ നമുക്ക് അവിടെ ഒരു ബൈ എൻട്രി കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈ വന്ന് കാണാം. അപ്പോൾ ഈ ഒരു സ്ട്രോങ് ആയിട്ട് ബൈ വന്ന സമയത്ത് ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടായിരുന്നല്ലോ, അതായത് ഈ ഒരു സ്ട്രോങ് സെല്ലിന് മുന്നേ ഉള്ള ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ, അതായത് ഈ ഒരു സ്ട്രോങ് സെല്ലിന് മുന്നേ ഉള്ള ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ. അപ്പോൾ അതെന്താണ്, നമുക്ക് നോർമലി ഒരു ബെയറിഷ് ഷോർട്ട് ബ്ലോക്ക് ആണ്. ഈ ഒരു സ്ട്രോങ് ബൈ വന്ന സമയത്ത് ആ ഒരു ബുള്ളിഷ് ക്യാൻഡലിൻ്റെ മുകളിൽ പ്രൈസ് ക്ലോസ് ചെയ്തു. അതെന്തായിട്ട് മാറി, അതൊരു ബുള്ളിഷ് ബ്രേക്കറായിട്ട് മാറി. അതായത് ഇതൊരു റെസിസ്റ്റൻസ് ആയിരുന്നു, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു. ഈ ഒരു സമയത്ത് സപ്പോർട്ടായി. നമ്മൾ രണ്ട് ക്രൈറ്റീരിയാസ് ഇവിടെ മീറ്റ് ആയിട്ടുണ്ട്. സ്ട്രക്ചർ ബുള്ളിഷായി, ഒരു ബുള്ളിഷ് ബ്രേക്ക് ഫോർമേഷൻ കിട്ടി. പിന്നെ നമുക്ക് എന്താണ്, ക്യാൻഡിൽ കൺഫർമേഷൻ വേണം. ആ ഒരു ബ്രേക്കറിലോട്ട് പ്രൈസ് വന്നതിന് ശേഷം ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ ഫോർമേഷൻ. സോ പ്രൈസ് എന്ത് ചെയ്തു, തിരിച്ച് ആ ഒരു ബ്രേക്കറിലോട്ട് വന്നു. ഇവിടെ നമുക്ക് എന്ത് കാണാം, ഇത് നല്ലൊരു റിജക്ഷൻ ക്യാൻഡിൽ അല്ലേ. ബ്രേക്കർ ടാപ്പ് ചെയ്തതിന് ശേഷം ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു റിജക്ഷൻ ക്യാൻഡിലൂടെ അല്ലെങ്കിൽ ഒരു ഹാമർ ക്യാൻഡിലൂടെ കാണാൻ പറ്റി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്യാൻഡിൽ ക്ലോസിൽ നമുക്ക് എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കാം. ബ്രേക്കറിൻ്റെ തൊട്ട് താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാം. ടാർഗറ്റ് 1:1.5 RR.
10 പിപ്സ് ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എങ്കിൽ 20 പിപ്സ് ആയിരിക്കും നമ്മൾ 15 പിപ്സ് ആയിരിക്കും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് ഒരു 20 പിപ്സ് ആണ് നമ്മൾ ടാർഗറ്റ് എങ്കിൽ 20 പിപ്സ് ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എങ്കിൽ 30 പിപ്സ് ആയിരിക്കും നമ്മളവിടെ ടാർഗറ്റ് ചെയ്യണത്. ഓക്കെ, ആൻഡ് വേറൊരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു സെറ്റപ്പ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബൈ വന്നിട്ടുള്ളതാണ്. ഓക്കെ, അതായത് ഇവിടെ സ്ട്രക്ചർ എന്താണ്, ബുള്ളിഷാണ്. ഓക്കെ, ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, താഴെ വന്നു, ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, നേരെ മുകളിൽ പോയി ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. എന്താണ്, സ്ട്രക്ചർ ബുള്ളിഷാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു ബ്രേക്കിൻ്റെ സമയത്ത് ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ബ്രേക്കർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഈ ഒരു ബ്രേക്കിൻ്റെ സമയത്ത്. അതായത് ഈ ഒരു സെല്ലിന് മുന്നേ ഉള്ള ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു നോർമലി ഒരു ബാരി ഷോർട്ട് ബ്ലോക്ക് ആണ്, അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ആണ്. നേരെ പോയിട്ട് അതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതെന്തായിട്ട് മാറി, ബുള്ളിഷ് ബ്രേക്കറായിട്ട് മാറി. ഇത് നമ്മുടെ ഫസ്റ്റ് 2 ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്തു. സ്ട്രക്ചർ ബുള്ളിഷാണ്, ഫ്രഷ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ബ്രേക്കർ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്ത് വേണം, ആ ഒരു ബ്രേക്കറിലോട്ട് പ്രൈസ് തിരിച്ചു വന്നതിന് ശേഷം ഒരു ക്യാൻഡിൽ കൺഫർമേഷൻ വേണം. സോ എന്ത് ചെയ്തു, പ്രൈസ് ആ ഒരു ബ്രേക്കറിലോട്ട് തിരിച്ചു വന്നു. ഇപ്പോൾ തന്നെ ഒരു റിജക്ഷൻ അടിച്ചു. പിന്നെ സ്റ്റിൽ ഒരു പ്രോപ്പർ റിജക്ഷൻ വരാത്തതുകൊണ്ട് എന്ത് ചെയ്തു, വെയിറ്റ് ചെയ്തു. ഒരു ബുള്ളിഷ്, സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡലിന് വെയിറ്റ് ചെയ്തു. സോ ഇവിടെ വന്നപ്പോൾ ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ക്ലോസിൽ നമ്മൾ എൻട്രി എടുക്കും. സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കും, ആ ഒരു ബ്രേക്കറിൻ്റെ തൊട്ട് താഴെയായിട്ട്. സോ ടാർഗറ്റ് നമ്മൾ ഇവിടെ വെക്കും 1:1.5 ആർ. 10 പിപ്സ് ആണ് സ്റ്റോപ്പ് ലോസ് എങ്കിൽ 15 പിപ്സ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യണത്, നമ്മൾ ഈ ഒരു ഏരിയയിൽ ടാർഗറ്റ് ചെയ്യണം. ഓക്കെ, ഇത് വേറൊരു എക്സാമ്പിളാണ്. ആൻഡ് അതുപോലെ തന്നെ വേറെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എഗെയിൻ ഒരു ബൈ ആണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ. സ്ട്രക്ചർ എന്താണ്, സ്ട്രക്ചർ ബുള്ളിഷ് ആണ്. ഫസ്റ്റ് ക്രൈറ്റീരിയ സ്ട്രക്ചർ ബുള്ളിഷ് ആയിരിക്കണം. രണ്ടാമത് എന്താണ്, ഒരു ബുള്ളിഷ് ബ്രേക്ക് ഫോർമേഷൻ കിട്ടണം. അപ്പോൾ ഈ ഒരു ബ്രേക്കിൻ്റെ സമയത്ത് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഒരു ബുള്ളിഷ് ബ്രേക്കർ ആയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സെല്ല് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ നിന്നായിരുന്നു. നോർമലി ഒരു ബാരി ഷോർട്ട് ബ്ലോക്ക് ആണ്. ഒരു സ്ട്രോങ് ബൈ വന്ന സമയത്ത് അതെന്തായിട്ട് മാറി, അതൊരു ബുള്ളിഷ് ബ്രേക്കറായിട്ട് മാറി. ഇപ്പോൾ ഫസ്റ്റ് 2 ക്രൈറ്റീരിയാസ് മീറ്റായി. സ്ട്രക്ചർ ബുള്ളിഷ് ആണ്, ബുള്ളിഷ് ബ്രേക്ക് ഫോർമേഷൻ കിട്ടി. പിന്നെ എന്ത് വേണം, ആ ഒരു ബ്രേക്കറിലോട്ട് പ്രൈസ് തിരിച്ചു വന്നതിന് ശേഷം ക്യാൻഡിൽ കൺഫർമേഷൻ വേണം. സോ പ്രൈസ് എന്ത് ചെയ്തു, ആ ഒരു ബ്രേക്കറിലോട്ട് തിരിച്ചു വന്നു. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ബുള്ളിഷ് ക്യാൻഡിലൂടെ പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്യാൻഡിൽ ക്ലോസിൽ നമുക്ക് എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് ഇവിടെ ബ്രേക്കറിൻ്റെ തൊട്ട് താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് 1:1.5 ആർ. അപ്പോൾ ഇതൊരു ട്രേഡ് എക്സാമ്പിളാണ്. ആൻഡ് അതുപോലെ തന്നെ വേറെ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വേണം, ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ബെയറിഷ് ആണ്. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലോ, ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, സ്ട്രോങ് സെല്ല്. എന്താണ്, ലോവർ ലോ. ഇവിടുത്തെ സ്ട്രക്ചർ എന്താണ്, സ്ട്രക്ചർ ബുള്ളിഷാണ്, സ്ട്രക്ചർ ബെയറിഷ് ആണ്. പിന്നെ നമുക്ക് എന്ത് കിട്ടണം, ഒരു ഫ്രഷ് ബ്രേക്ക് ഫോർമേഷൻ കിട്ടണം, ഫ്രഷ് ആയിട്ടുള്ള ഒരു ബാരിഷ് ബ്രേക്ക്. അപ്പോൾ ഈ ഒരു സ്ട്രോങ് സെല്ല് വന്ന സമയത്ത് ഈ ഒരു ബാരിഷ് ക്യാൻഡിൽ എന്തായിട്ടുണ്ട്, ഒരു ബ്രേക്കർ ആയിട്ടുണ്ടല്ലോ. അതായത് ഈ ഒരു ബൈക്ക് മുന്നേ ഉള്ള ലാസ്റ്റ് ബാരിഷ് ക്യാൻഡിലായിരുന്നു. നോർമലി ഒരു ബുള്ളി ഷോർട്ട് ബ്ലോക്ക് ആണ്, അല്ലെങ്കിൽ ഒരു പ്രൈസ് ആക്ഷൻ്റെ അകത്ത് എടുക്കുവാണെങ്കിൽ അതൊരു സപ്പോർട്ടായിരുന്നു. സോ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു, നമുക്കിവിടെ ഒരു ബാരിഷ് ബ്രേക്കർ കിട്ടി. പിന്നെ നമുക്ക് എന്ത് വേണം, ക്യാൻഡിൽ കൺഫർമേഷൻ. സോ ബാരിഷ് ബ്രേക്കറിലോട്ട് പ്രൈസ് തിരിച്ചു വന്നതിന് ശേഷം നമുക്കിവിടെ എന്ത് കിട്ടി, നല്ലൊരു മൊമെൻറ്റം ക്യാൻഡിലിൻ്റെ ഫോമിൽ ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടി. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ക്ലോസിൽ നമുക്ക് എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് ആ ഒരു ബ്രേക്കറിൻ്റെ തൊട്ട് മുകളിലായിട്ട്. ഇപ്പോൾ ടാർഗറ്റ് നമ്മൾ എന്താണ്, 1:1.5 ആർ ആണ് നമ്മളിവിടെ ടാർഗറ്റായിട്ട് നോക്കണത്. ഓക്കെ, 10 പിപ്സ് ആണ് സ്റ്റോപ്പ് ലോസ് എങ്കിൽ 15 പിപ്സ് ആയിരിക്കും നമ്മളിവിടെ ടാർഗറ്റ് ചെയ്യേണ്ടത്. ആൻഡ് വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് വേണം, ഇവിടെ നല്ലൊരു ബൈ ആണ്. പക്ഷേ ബൈക്ക് ശേഷം എന്ത് ചെയ്തു, നല്ലൊരു സെല്ല് വന്നു. സോ നല്ലൊരു സെല്ല് വന്നതിന് ശേഷം നമുക്ക് ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ സ്ട്രക്ചർ എന്തായിട്ടുണ്ട്, ബെയറിഷ് ആയിട്ടുണ്ട്. ഓക്കെ, സോ സ്ട്രക്ചർ ബെയറിഷ് ആണ്. ഇനി നമുക്ക് എന്ത് വേണം, ഒരു ഫ്രഷ് ബ്രേക്ക് ഫോർമേഷൻ. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്തപ്പോൾ ഇതെന്തായിട്ട് മാറി, ഇതൊരു ബാരിഷ് ബ്രേക്കറായിട്ട് മാറി. അതായത് ഈ ഒരു സ്ട്രോങ് സെല്ലിന് മുന്നേ ഉള്ള ഈ ഒരു സ്ട്രോങ് ബൈക്ക് മുന്നേ ഉള്ള ലാസ്റ്റ് ബാരിഷ് ക്യാൻഡിലായിരുന്നു. ബുള്ളി ഷോർട്ട് ബ്ലോക്ക് ആണ്, അല്ലെങ്കിൽ അതൊരു സപ്പോർട്ടാണ്. പക്ഷേ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു, ആ ഒരു ബുള്ളി ഷോർട്ട് ബ്ലോക്കിൻ്റെ താഴെ, അതായത് ആ ഒരു സപ്പോർട്ടിൻ്റെ താഴെ പ്രൈസ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതൊരു ബാരിഷ് ബ്രേക്കറായിട്ട് മാറി. സെക്കൻഡ് ക്രൈറ്റീരിയ മീറ്റ് ആയിട്ടുണ്ട്, ബാരിഷ് ബ്രേക്ക് ഫോർമേഷൻ കിട്ടി. പിന്നെ നമുക്ക് എന്ത് വേണം, ആ ഒരു ബ്രേക്കറിലോട്ട് പ്രൈസ് തിരിച്ചു വന്നതിന് ശേഷം ക്യാൻഡിൽ കൺഫർമേഷൻ വേണം. സോ പ്രൈസ് എന്ത് ചെയ്തു, ബ്രേക്കറിലോട്ട് തിരിച്ചു വന്നു. സോ തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടി. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കാം, ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈലായിട്ട് വെക്കാം. സോ ടാർഗറ്റ് ഇവിടെ വെക്കാം 1:1.5 ആർ. ഓക്കെ, അവിടെ ആയിട്ട് നമുക്ക് ഈ ഒരു ടാർഗറ്റും നമുക്ക് അവിടെ വെക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ
ഈ ഒരു ഗോൾഡ് ബ്രേക്കർ സ്ട്രാറ്റജിയുടെ ബ്രേക്ക് ഡൗൺസ് പറഞ്ഞത്. അപ്പോൾ ഇത് മാത്രമല്ല, ഞാനിവിടെ ഒരു ഫ്രീ കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സ്ട്രാറ്റജിയുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും എൻ്റെ എൻട്രീസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എൻ്റെ തോട്ട്സ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫ്രീ കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ മോസ്റ്റ്ലി എൻ്റെ സ്ട്രാറ്റജീസിനെ പറ്റിയിട്ടും എൻ്റെ റിസ്ക് മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടും ഞാൻ എങ്ങനെയാണ് ഫണ്ട് മാനേജ് ചെയ്യണത്, ഞാൻ എങ്ങനെയാണ് ട്രേഡ് ചെയ്യണത്, സോ ഞാൻ എങ്ങനെയാണ് ഇമോഷൻസ് മാനേജ് ചെയ്യണത്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ആ ഒരു കമ്മ്യൂണിറ്റിയുടെ അകത്ത് ഞാൻ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയുടെ അകത്ത് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. സോ ഫ്രീ കമ്മ്യൂണിറ്റിയാണ്. സോ അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് അൽപാരി ഫോറക്സ് ബ്രോക്കറുടെ ഒരു ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ആ ഒരു ലിങ്ക് ത്രൂ അൽപാരിയിൽ സൈനപ്പ് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ സൈനപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ ഞാൻ നിങ്ങളെ ആ ഒരു കമ്മ്യൂണിറ്റിയിലോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, സോ കോൺടാക്ട് ചെയ്യാനുള്ള കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുത്തേക്കാം. സോ അതിൻ്റെ അകത്ത് നിങ്ങൾ ജസ്റ്റ് അൽപാരിയിൽ ജോയിൻ ചെയ്തതിൻ്റെ ആ ഒരു എൻ്റെ ലിങ്ക് ത്രൂ ജോയിൻ ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്താൽ മതിയാവും. ഞാൻ നിങ്ങളുടെ ആ ഒരു ഫ്രീ കമ്മ്യൂണിറ്റിയിലോട്ട് ഞാൻ നിങ്ങളെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ലൈവ് ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ പ്രോപ്പറായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുക. മീൻസ് ലൈവ് അക്കൗണ്ടിലോട്ട് എക്സിക്യൂഷൻ ചെയ്യുന്നതിന് മുന്നേ പ്രോപ്പറായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുക. സോ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. പ്രോപ്പറായിട്ട് റൂൾ ബേസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കിവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ സെഷൻ്റെ അകത്ത് ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ ബാക്കി നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഡേയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ബൈ.